ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞ റോ എപ്പിസോഡ് പോലെ തന്നെ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിൽ CM പങ്കിന്റെ സെഗ്മെന്റ് വേറെ ലെവലായിട്ടുണ്ട്. അതുപോലെ സ്മാക്ക് ഡൗണിന്റെ എൻഡിങ്ങും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിച്ച സെഗ്മെന്റും ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ ഉണ്ടായിരുന്നു. സ്മാക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ CM പങ്കാണ് വന്നത്. വന്നതിന് ശേഷം ഹോം ടൗൺ ആയതുകൊണ്ട് CM പങ്കിന് വേറെ ലെവൽ സപ്പോർട്ട് ഫാൻസ് കൊടുത്തിരുന്നു. പിന്നെ ഈ സെഗ്മെന്റ് ഒരുപാട് ലെങ്ത് ആയിട്ടാണ് നടന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ CM പങ്ക് ഈ സെഗ്മെന്റിന്റെ പകുതിക്ക് വെച്ച് ഡ്രൂ മാക്കൻടയറെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. അതായത് ഇവർക്ക് നടന്ന പ്രശ്നങ്ങളും ഡ്രൂ മാക്കൻടയർ WWE വിട്ടു പോയ കാര്യത്തെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് അതിനോടൊപ്പം താൻ ഫാൻസിനോട് പറഞ്ഞ വാക്കെല്ലാം 2011 പാലിച്ചിട്ടുണ്ട് എന്നും, എന്നാൽ മാക്കൻടയറിന് അത് സാധിച്ചില്ല. അതുപോലെ തന്നെ അവൻ എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് എൻ്റെ സ്വപ്നങ്ങളെല്ലാം നശിപ്പിച്ച് എന്നെ ഹോസ്പിറ്റലിലാക്കാൻ നോക്കി. എന്നാൽ ഞാൻ അവൻ്റെ സ്വപ്നങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് അവനെ ഇല്ലാതെയാക്കി. അവന് എന്നെ നേരിടാനുള്ള മടി കാരണം അവൻ അവസാനം ഈ ഒരു കമ്പനി ഉപേക്ഷിച്ച് അവൻ പോയി. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് CM പങ്ക് സംസാരിച്ചത്. അപ്പോൾ ഇങ്ങനെയെല്ലാം സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പോൾ ഹേമൻ വരുന്നതായിട്ടും പോൾ ഹേമൻ വന്നതിന് ശേഷം CM പങ്കുമായിട്ട് ഒന്നിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇവരുടെ പഴയ ടീമെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. എന്നാൽ പോൾ ഹേമൻ വന്നിട്ടുള്ളത് സോളോ സിക്കാവയുടെ ഭീഷണിയായിട്ടാണ്. അതായത് CM പങ്ക് വന്നത് സോളോ സിക്കാവയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും സോളോ സിക്കാവ ടീം CM പങ്കിനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനാണ് ചെയ്തിട്ടുള്ളത് എന്നും, അതുകൊണ്ട് ദയവ് ചെയ്ത് റിങ് വിട്ട് പോകണം, അല്ലെങ്കിൽ സ്മാക്ക് ഡൗൺ വിട്ട് പോകണം, അല്ലെങ്കിൽ സോളോ സിക്കാവ നിന്നെ അറ്റാക്ക് ചെയ്യും. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് CM പങ്കിനോട് പോൾ ഹേമൻ പറഞ്ഞത്. പിന്നീട് ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സോളോ സിക്കാവ ടീം വന്നുകൊണ്ട് CM പങ്കിനോട് റിങ് വിട്ട് പോകാനായിട്ട് ആവശ്യപ്പെടും. ഇല്ല എങ്കിൽ സോളോ സിക്കാവയെ ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കാൻ പറയും. അപ്പോൾ തന്നെ CM പങ്ക് അംഗീകരിക്കാൻ പോകുന്നത് പോലെ കാണിച്ചുകൊണ്ട് ഇവരെ കളിയാക്കി സംസാരിക്കും. അതായത് സോളോ സിക്കാവ റോമന്റെ കോപ്പിയാണെന്നും അതുപോലെ ടോങ്ക ലോവ ഉസോസിന്റെ കോപ്പിയാണെന്നും ഇത്തരത്തിലെല്ലാം പറഞ്ഞുകൊണ്ട് ഇവരെ കളിയാക്കി സംസാരിക്കും. ഇത് കണ്ട് ദേഷ്യം വന്ന സോളോ സിക്കാവ ടീം അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ കോഡി റോഡ്സ് റിങ്ങിൽ വന്ന് CM പങ്കിനെ സേവ് ചെയ്യും. സേവ് ചെയ്തതിന് ശേഷം ഇവരെ മാച്ചിന് ചാലഞ്ച് ചെയ്യും. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ വേറെ ലെവലായിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഈ സെഗ്മെന്റിന്റെ മറ്റൊരു ഹൈലൈറ്റ് പോൾ ഹേമൻ നൈസായിട്ട് CM പങ്കിനോട് തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് പറയുന്നത് പോലെ ഈ ഒരു സെഗ്മെന്റിന്റെ ഒരു ഭാഗത്ത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വേറെ ലെവൽ സെഗ്മെന്റ് ആയിരുന്നു ഇത്. പിന്നീട് ബിയാങ്ക ബെല്ലാർ, ജെഡ് കാർഗിൽ ഇവർ ബാക്ക് സ്റ്റേജിൽ സംസാരിക്കുന്നതായിട്ടും അപ്പോൾ ജെഡ് കാർഗിൽ പറയുന്നത് ഇവരുടെ വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ചിനെ പറ്റിയാണ്. അപ്പോൾ ബിയാങ്ക ബെല്ലാർ പറയുന്നത് ഞാൻ ഈ ഒരു മണി ഇൻ ദി ബാങ്ക് ക്വാളിഫൈ മാച്ച് വിൻ ചെയ്യട്ടെ, അതിനുശേഷം വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ പറ്റി ആലോചിക്കാമെന്നാണ്. പിന്നീട് വുമൺസിന്റെ മണി ഇൻ ദി ബാങ്ക് ക്വാളിഫൈങ് മാച്ച് നടന്നു. ഇത് ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആയിട്ടാണ് നടന്നത്. ബിയാങ്ക ബെല്ലാർ വേഴ്സസ് മിച്ചിൻ വേഴ്സസ് ചെൽസി ഗ്രീൻ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് നല്ല അടിപൊളി മാച്ച് ആയിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ മിച്ചിൻ വിൻ ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചുവെങ്കിലും സാധിച്ചില്ല. ബിയാങ്ക ബെല്ലർ അത് തടഞ്ഞു. പിന്നീട് ബിയാങ്ക ബെല്ലർ മിച്ചിനെ കെയോടി ചെയ്ത് പിൻ ചെയ്യാൻ നോക്കുമ്പോൾ ചെൽസി ഗ്രീൻ റിങ്ങിൽ കയറിക്കൊണ്ട് ബിയാങ്ക ബെല്ലറെ റിങ്ങിന് പുറത്തേക്ക് ഇട്ട് പിന്നീട് മിച്ചിനെ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ചെൽസി ഗ്രീനാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളെല്ലാം വിചാരിച്ചു കാണും ബിയാങ്ക ബെല്ലർ എപ്പോഴത്തെയും പോലെ വിൻ ചെയ്യുമെന്ന്. പിന്നീട് സോളോ സിക്കാവ, പോൾ ഹേമൻ ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ സോളോ സിക്കാവ പറയുന്നത് ടോങ്ക ആൻഡ് ടോങ്ക ലോവ ഇന്ന് റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് ഇവരെ അറ്റാക്ക് ചെയ്യുമെന്നും അതുപോലെ തന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നീയുമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെയാണ് പോൾ ഹേമനോട് പറഞ്ഞത്. അതായത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ. അതിനുശേഷവും ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ആണ്. ടാഗ് ടീം ചാമ്പ്യൻ ഗ്രേസൺ വാലറും DIY ടീമും തമ്മിലാണ് ഈ സെഗ്മെന്റ് നടന്നത്. അപ്പോൾ DIY പറയുന്നത് നീ ആസ്റ്റിൻ തിയറിയെ എപ്പോഴും നിന്റെ ബലിയാടായിട്ടാണോ ഉപയോഗിക്കുന്നത്, ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞ് ഇവര് സംസാരിച്ച് തർക്കിക്കാൻ തുടങ്ങുമ്പോൾ പുറകിൽ ഷട്ടറിന്റെ എന്തോ ഒരു സൗണ്ട് കേൾക്കും. നോക്കുന്ന സമയത്ത് CM പങ്കിനെ ഡ്രൂ മാക്കൻടയർ അറ്റാക്ക് ചെയ്തതായിരുന്നു. പിന്നീട് CM പങ്കിനെ ഷോൾഡറിൽ എടുത്തുകൊണ്ട് വന്ന് എൻട്രൻസിന്റെ അവിടെ കൊണ്ടിട്ട് CM പങ്കിന്റെ മുഖത്തെല്ലാം നിറയെ ബ്ലഡ് വരുന്നതായിട്ടെല്ലാം ഈ സെഗ്മെന്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം സ്മാക്ക് ഡൗൺ ഒഫീഷ്യൽസും നിക്ക ആർഡിൻസ് എല്ലാം വന്ന് മാക്കൻടയറെ പിടിച്ചു മാറ്റാൻ നോക്കി. അവിടെയും ഒരു തർക്കം വരുന്നത് പോലെയെല്ലാം കാണിച്ച് CM പങ്കിനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് ഈ സെഗ്മെന്റ് കാണിച്ചത്. അപ്പോൾ ഈ സെഗ്മെന്റ് ഇങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മുൻപേ തന്നെ വീഡിയോ ചെയ്ത് പറഞ്ഞിരുന്നു. പിന്നെ ഈ സെഗ്മെന്റ് ഇങ്ങനെ ഒതുക്കി കാണിക്കാൻ കാരണം CM പങ്കിന് ഓൾറെഡി ഇഞ്ചുറി ഉണ്ട്, അതെല്ലാം മാറി വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് റിംഗ് സൈഡിലൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്ത ഇവരുടെ സമ്മർ സ്ലാം മാച്ച് നടക്കാതെ പോകും.
അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ച് നിറയെ ബ്ലഡ് വരുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ CM പങ്ക് ചെയ്തതിന് മെക്കൻടയർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, പലിശ ഉൾപ്പെടെ. ഇതാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. അതിനുശേഷം മെൻസ് മണി ഇൻ ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ച് നടന്നു. ഇതും ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആയിരുന്നു. റാൻഡി ഓർട്ടൺ, കാർമെലോ ഹെയ്സ്, ടോമ ടോങ്ക ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് റാൻഡി ഓർട്ടൺ റിംഗ് സൈഡിൽ പോയി ഇവരെ രണ്ടുപേരെയും മാറി മാറി ടേബിളിന്റെ മുകളിലെല്ലാം എടുത്തടിച്ചു. മാച്ചിന്റെ അവസാനത്തിൽ റാൻഡി ഓർട്ടൺ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ടോങ്കലോവ വന്നുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് കാർമെലോ ഹെയ്സ് റാൻഡി ഓർട്ടനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ കാർമെലോ ഹെയ്സ് ആണ് വിൻ ചെയ്ത് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചിൽ ആഡ് ആയത്. പിന്നീട് മെഗാ സ്റ്റാർ LA നൈറ്റിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ LA നൈറ്റ് ലോഗൻ പോളിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. എന്നാൽ സാന്റോസ് എസ്കോബാർ LA നൈറ്റുമായി പ്രശ്നമുണ്ടാക്കാൻ വരും. അപ്പോൾ തന്നെ LA നൈറ്റ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ പറ്റിയല്ല പറഞ്ഞത്, മറ്റൊരാളെ പറ്റിയാണ് ഈ ഒരു ലെവലിലെല്ലാം. എന്നാൽ സാന്റോസ് എസ്കോബാർ നിനക്കൊക്കെ വെറുതെ സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അതല്ലാതെ വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കും. ഈ സെഗ്മെന്റിന്റെ അവസാനം സാന്റോസ് എസ്കോബാർ LA നൈറ്റിനെ അറ്റാക്ക് ചെയ്ത് ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ LA നൈറ്റ് അത് ഒഴിഞ്ഞു മാറി സാന്റോസ് എസ്കോബാറിനെ BFT ഫിനിഷർ ചെയ്തുകൊണ്ട് LA നൈറ്റ് റിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത വിധം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ലോഗൻ പോൾ അവിടെ വന്നുകൊണ്ട് LA നൈറ്റിനെ അറ്റാക്ക് ചെയ്ത് ലോഗൻ പോളിന്റെ ലക്കി ഷോട്ടും കൊടുത്ത് നെക്സ്റ്റ് വീക്ക് ഇവർക്ക് നടക്കുന്ന ട്രിപ്പിൾ ത്രെഡ് മാച്ച്, അതായത് മണി ഇൻ ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ചിന് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അതിനുശേഷവും മെൻസ് മണി ഇൻ ദി ബാങ്ക് ക്വാളിഫയിങ് ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ് നടന്നത്. കെവിൻ ഓവൻസ്, ആൻഡ്രോയിഡ് ടാഗ് ടീം ചാമ്പ്യൻ ഗ്രേസൺ വാലർ. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതും നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് കെവിൻ ഓവൻസിനെ ടോമ ടോങ്ക ലോവ വന്ന് അറ്റാക്ക് ചെയ്തു. ശേഷം റാൻഡി ഓർട്ടൺ വന്ന് സേവ് ചെയ്തിട്ട് ഈ മാച്ചിന് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ മാച്ച് വേണ്ട എന്നൊക്കെ വെക്കാം എന്ന ലെവലിലെല്ലാം സംസാരിക്കുമ്പോൾ കെവിൻ ഓവൻസ് യാതൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് റിങ്ങിലോട്ട് വന്ന് മാച്ച് സ്റ്റാർട്ട് ചെയ്തു. മാച്ചിന്റെ അവസാനത്തിൽ ആൻഡ്രോയിഡയെ കെവിൻ ഓവൻസ് ഒരു സ്റ്റണ്ണർ ചെയ്ത് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഗ്രേസൺ വാലർ കെവിൻ ഓവൻസിന്റെ കാല് പിടിച്ച് റിങ്ങിന് പുറത്തേക്ക് ഇട്ട് അവിടെ വെച്ച് അറ്റാക്ക് ചെയ്യും. ശേഷം ആൻഡ്രോയിഡേക്ക് ഫിനിഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് റിങ്ങിലോട്ട് ജമ്പ് ചെയ്ത് വരുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ആൻഡ്രോയിഡ് ഗ്രേസൺ വാലറിനെ ക്യാച്ച് ചെയ്ത് അങ്ങനെ തന്നെ ഫിനിഷർ അടിച്ച് ഈ മാച്ചിൽ ആൻഡ്രോയിഡെയാണ് വിൻ ചെയ്ത് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡ് ആയത്. പിന്നീട് ടിഫനി സ്ട്രാറ്റൻ ബാക്ക് സ്റ്റേജിൽ വെച്ച് മെച്ചിനെ കളിയാക്കുന്ന സമയത്ത് ടിഫനി സ്ട്രാറ്റനെ മെച്ചിൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം നേജാക്സ് വന്നുകൊണ്ട് മിച്ചിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റ് ആയിട്ട് സോളോ സിക്കാവ വേഴ്സസ് WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് ഇവർക്കൊരു സിംഗിൾസ് മാച്ചാണ് വെച്ചത്. ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ബാക്ക് സ്റ്റേജിൽ സോളോ സിക്കാവ, ഞാൻ നിന്നോടൊരു റൂമർ അല്ലെങ്കിൽ ഒരു കാര്യം പറയാം, നീ വിചാരിച്ചതുപോലെ നിന്റെ റോമൻ റീൻസ് ഒന്നും ഇനി WWE വരാൻ പോകുന്നില്ല, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. അതായത് ഇനി മുതൽ എല്ലാം താനാണ്, റോമൻ റീൻസ് ഈ ഭാഗത്തേക്ക് പോലും വരില്ല എന്നൊക്കെയാണ് സോളോ സിക്കാവ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, മാച്ച് സ്റ്റാർട്ട് ചെയ്ത അല്പസമയത്തിനുള്ളിൽ തന്നെ ബ്ലഡ് ലൈൻ ടീം വന്നുകൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തു. ശേഷം കെവിൻ ഓവൻസും റാൻഡി ഓർട്ടനും വന്ന് കോഡി റോഡ്സിനെ സേവ് ചെയ്ത് ടോമോ ടോങ്കയ്ക്കെല്ലാം RKO കൊടുത്തുകൊണ്ട് സോളോ സിക്കാവനെ ഇവർ 3 പേരും ചേർന്ന് അറ്റാക്ക് ചെയ്യാൻ പോകും. എന്നാൽ ആ സമയം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം ജേക്കബ് ഫാട്ടു WWE വരുന്നതായിട്ടും വന്നതിന് ശേഷം സോളോ സിക്കാവയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്യും. കെവിൻ ഓവൻസ് ഒപ്പത്തിനൊപ്പം സൂപ്പർ കിക്ക് ചെയ്തുവെങ്കിലും ജേക്കബ് ഫാട്ടുവിനൊന്നും സംഭവിച്ചില്ല. പിന്നീട് കെവിൻ ഓവൻസിനെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് ജേക്കബ് ഫാട്ടു ബ്ലഡ് ലൈനിൽ ജോയിൻ ചെയ്ത് റോമൻ റീൻസ് ഇല്ലാതെ കറക്റ്റായിട്ട് ഇവര് മറ്റൊരു ബ്ലഡ് ലൈൻ കൊണ്ടുപോകുന്നത് പോലെയാണ് ഈ സെഗ്മെന്റ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൺ ഇവരെയെല്ലാം ബാരിക്കേഡിന്റെ അവിടേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കെവിൻ ഓവൻസിന്റെ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് സമോൺ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ അവസാനത്തിൽ കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്ത് പിന്നീട് കോഡി റോഡ്സിന്റെ മേലേക്ക് ജമ്പ് ചെയ്ത് ആ ഒരു ടേബിൾ അടക്കം പൊട്ടിച്ചുകൊണ്ടാണ് ജേക്കബ് ഫാട്ടു WWE അരങ്ങേറിയത്. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിൽ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് കൊണ്ടുപോയത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇപ്പോൾ സ്മാക്ക് ഡൗൺ മുന്നോട്ട് പോകുന്നത്. അതുപോലെ സോളോ സിക്കാവയുടെ ബ്ലഡ് ലൈൻ ഇനി വേറെ ലെവലായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ജേക്കബ് ഫാട്ടു വന്നതുകൊണ്ട് ഇനി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകും. അപ്പോൾ മൊത്തത്തിൽ സ്മാക്ക് ഡൗൺ അടിപൊളിയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.